നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വീടുകളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പലപ്പോഴും വേസ്റ്റ് ജനറേഷൻ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻസിനറേറ്റേഴ്സാണ്. നമുക്ക് നാപ്കിൻ, ഡയപ്പേഴ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു യൂണിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിച്ച് ഒഴിവാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഇതിൽ പെട്രോൾ, മണ്ണെണ്ണയോ ഡീസലിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ അത് കത്തിക്കൊക്കോളും. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് എയർ എപ്പോഴും ചൂടായി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. അപ്പം ഇതിനുള്ളിൽ പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴത്തുനിന്ന് എയർ സക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നാച്ചുറൽ എയർ ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മളൊരു അടുപ്പിൻ്റെ ഉള്ളിൽ കത്തുന്ന പോലെ തന്നെ ഈസി ആയിട്ട് കത്തിപ്പോക്കോളും. ഇത് അപ്പാർട്ട്മെൻറ്റ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ഫുഡ് വേസ്റ്റൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ കമ്പോസ്റ്റ് ബിന്നാണ്. വലിയ ബിന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഡെയിലി 100 kg വരെയൊക്കെയുള്ള വേസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഫുഡ് വേസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ 2 ബിന്നുണ്ടെങ്കിൽ അതിലിട്ട് കഴിഞ്ഞിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് വളമാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇത് ഫൈബർ റെയിൻഫോഴ്സ് പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ബിന്നാണ് നമുക്ക് ഉണ്ടാവുക ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ. ഇങ്ങനത്തെ ഒരു ബിന്നിൽ നമ്മൾ ആദ്യം വേസ്റ്റ് കൊണ്ടിടുന്നു. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വേസ്റ്റ് വാട്ടർ, ഇത് ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, അതിൽ വരുന്ന ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ പോർഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ടീരിയ കൾച്ചർ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ബാക്ടീരിയ കൾച്ചറിൻ്റെ പ്രത്യേകത ഇതിൽ വരുന്ന വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയസ് നമ്മളിതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് ഓരോ പ്രാവശ്യം വേസ്റ്റ് ഇടുന്നതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഇതിന് 1 മാസം എടുക്കും ഒരു ബിന്ന് ഫുള്ളായി തീരാൻ. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബിന്ന് യൂസ് ചെയ്ത് തുടങ്ങും. അപ്പം അതിലിട്ടിരിക്കുന്ന ഫസ്റ്റിലുള്ള ബിന്ന് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമ്മളത് 1 മന്ത് കഴിഞ്ഞാൽ നമ്മളത് തുറന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ 2ാമത്തെ മാസമേ തുറക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ 2ാമത്തെ ബിന്ന് ഫുള്ളായിട്ടുണ്ടാവും. ആ ടൈം ആകുമ്പോഴത്തേക്ക് അതിലുള്ള വേസ്റ്റ് കംപ്ലീറ്റ് വളമായിട്ട് മാറിയിട്ടുണ്ടാവും. അതിന് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ടീരിയ കൾച്ചർ ഉണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളൊരു എക്സ്റ്റേണൽ എയറേഷൻ ഒരു കംപ്രസർ യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമുക്ക് അതില്ലാണ്ടും വർക്ക് ചെയ്യും, പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റീസൊക്കെ വേസ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ കംപ്രസർ ഇതിൻ്റെ കൂടെ സപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ റൂഫ് ടോപ്പിലോ അല്ലെങ്കിൽ താഴത്തോ എവിടെ പാർക്കിംഗ് സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ റൂഫ് ടോപ്പിലാണ് കൊണ്ടുവെക്കാറുള്ളത്. എന്ന് വെച്ചാൽ വേസ്റ്റ് കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഒരു ചാക്കിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കും. എന്നിട്ടത് ഗാർഡനിങ്ങിനോ അല്ലെങ്കിൽ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു ബാക്ടീരിയൻ്റെ കൾച്ചറാണ് വരുന്നത്. ഇങ്ങനത്തെ കൾച്ചറാണ് നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. കൂടുതൽ അറിയുന്നതിന് ഞങ്ങൾ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ വിവിധ അപ്പാർട്ട്മെൻറ്റ്സിനും വിവിധ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള യൂണിറ്റാണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് കപ്പാസിറ്റിയിൽ വരുന്ന യൂണിറ്റുകൾ അവൈലബിൾ ഉണ്ട്. 2 ഡോർ മുകളിലുണ്ട്. വേസ്റ്റ് ഇടുന്നതിന് ഒരു ചെറിയ ഡോറാണ് വരുന്നത്.